ദൈവങ്ങളുടെയും ബലിദാനികളുടെയും പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത തിരുവനന്തപുരം നഗരസഭയിലെ 20 BJP കൌൺസിലർമാരുടെ സത്യപ്രതിജ്ഞ ഹൈക്കോടതി റദ്ദാക്കി. ഉമ്മൻചാണ്ടിയുടെ പേരിൽ സത്യപ്രതിജ്ഞ ചെയ്ത വടക്കഞ്ചേരി പഞ്ചായത്ത് അംഗത്തിന്റെ സത്യപ്രതിജ്ഞയും റദ്ദാക്കി. ഇവർ ഒരു മാസത്തിനകം വീണ്ടും പ്രതിജ്ഞ എടുക്കണം. വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും വരെ ഇവർക്ക് അംഗങ്ങളുടെ അവകാശങ്ങൾ ഉണ്ടാകില്ലെന്ന് കോടതി വ്യക്തമാക്കി. ദൈവനാമത്തിലോ ദൃഢപ്രതിജ്ഞയോ ആണ് ചെയ്യേണ്ടത് എന്ന് കോടതി ഉത്തരവിലുണ്ട്. ഭാരതാംബയുടെ നാമത്തിൽ, ശ്രീ ഉദയനൂർ ദേവിയുടെ നാമത്തിൽ, ശ്രീ പത്മനാഭ നാമത്തിൽ, ഭഗവത് നാമത്തിൽ, ആറ്റുകാലമ്മയുടെ നാമത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നു. ജനാധിപത്യത്തിൽ ജനവിധിയാണ് പരമപ്രധാനം. ദൈവത്തെ കേവലം ഏതെങ്കിലും ഒരു പേരിൽ നിർവചിക്കേണ്ട കാര്യമില്ലെന്നും ചൂണ്ടിക്കാട്ടിയാണ് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ഉത്തരവ്. തിരുവനന്തപുരം നഗരസഭയിലെ 20 BJP കൗൺസിലർമാരുടെ സത്യപ്രതിജ്ഞയാണ് റദ്ദാക്കിയത്. കൂടാതെ പാലക്കാട് വടക്കഞ്ചേരി പഞ്ചായത്തിലെ പന്നിയങ്കര വാർഡിൽ നിന്നുള്ള സുനിൽ ചുവറ്റുവട്ടത്തിന്റെ സത്യപ്രതിജ്ഞയും റദ്ദാക്കിയിട്ടുണ്ട്. ഈശ്വരാനുഗ്രഹത്താൽ ഉമ്മൻചാണ്ടിയുടെ പേരിൽ എന്നായിരുന്നു സുനിലിന്റെ സത്യപ്രതിജ്ഞാ വാചകം. തദ്ദേശ സ്വയംഭരണ അംഗങ്ങൾ എന്നുള്ള നിലയിൽ ഇവർ ഇതേവരെ നടത്തിയ പ്രവർത്തനങ്ങൾക്ക് നിയമപരമായി സംരക്ഷണം ഉണ്ടായിരിക്കുമെന്ന് കോടതി വ്യക്തമാക്കി. അതേസമയം വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യും വരെ ഇവർക്ക് അംഗത്തിന്റെ ആനുകൂല്യങ്ങളും പ്രത്യേക അധികാരങ്ങളും ഉണ്ടാവില്ലെന്നും ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. MD രാജേന്ദ്രൻ മൗനം എന്ന സിനിമയ്ക്ക് വേണ്ടി എഴുതിയ കുറി വരച്ചാലും കുരിശു വരച്ചാലും കുമ്പിട്ട് നിസ്കരിച്ചാലും എന്ന ചലച്ചിത്ര ഗാനവും ഹൈക്കോടതി ഉത്തരവിൽ പരാമർശിച്ചിട്ടുണ്ട്. കുരിശു വരച്ചാലും കുമ്പിട്ടു നിസ്കരിച്ചാലും. തിരുവനന്തപുരം നഗരസഭയിലെ CPM പാർലമെന്ററി പാർട്ടി നേതാവ് കൂടിയായ SB ദീപകാണ് നഗരസഭയിലെ 20 BJP അംഗങ്ങളുടെ സത്യപ്രതിജ്ഞയ്ക്കെതിരെ ഹൈക്കോടതിയെ സമീപിച്ചത്. ഒരു കൗൺസിലറായി തെരഞ്ഞെടുക്കപ്പെട്ട് സത്യപ്രതിജ്ഞ ചെയ്യുമ്പോൾ ഒരു രാജ്യത്തിനകത്ത് നിലനിൽക്കുന്ന ഒരു മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കാനും ഭരണഘടനാ ചട്ടങ്ങളും നിയമങ്ങളും നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തപ്പെട്ടവരാണ് തെരഞ്ഞെടുക്കപ്പെട്ട കൗൺസിലർമാർ. അപ്പോൾ തുടക്കത്തിൽ തന്നെ അവരതിനെ മാറ്റിയിരിക്കുകയാണ് ചെയ്യുന്നത്. ഹൈക്കോടതി വിധി അംഗീകരിക്കുന്നുവെന്നും വീണ്ടും സത്യപ്രതിജ്ഞ ചെയ്യണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കുമെന്നുമാണ് മേയർ VV രാജേഷിന്റെ പ്രതികരണം. വിധി വന്നതിന് ശേഷം ആ കൗൺസിലർമാരൊക്കെ ആയിട്ട് മേയർ എന്നുള്ള നിലയ്ക്ക് ബന്ധപ്പെട്ടു. ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ വിധി പൂർണ്ണമായും അംഗീകരിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി അവർ സത്യപ്രതിജ്ഞ ചെയ്യണം എന്നുള്ള നിലപാടാണ് ഹൈക്കോടതി സ്വീകരിച്ചിരിക്കുന്നത്. കൗൺസിലർമാരുടെ തെരഞ്ഞെടുപ്പ് ഹൈക്കോടതി അസാധുവാക്കാത്തത് തിരുവനന്തപുരത്ത് BJPക്ക് തുണയായി. സംസ്ഥാനത്ത് മറ്റു ചിലയിടങ്ങളിലും ഇത്തരത്തിൽ ദൈവങ്ങളുടെയും വ്യക്തികളുടെയും ഒക്കെ പേരിൽ അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്തു എങ്കിലും ഭരണാധികാരികൾ അവിടെ വെച്ച് തന്നെ അത് തിരുത്തിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. പ്രദീപ് ജോസഫ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി.